ആടിയുലയാത്ത കപ്പലിൽ പക്ഷേ ആരോഗ്യ കേരളം ആകെ മൊത്തം വെന്റിലേറ്ററിലാണെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലും സിസ്റ്റം തകരാറിലാണെന്ന് പരാതിയുണ്ട്. അതൊക്കെ ശരിയാണോ? പരിശോധിക്കുകയാണ് ഞങ്ങൾ. SITയുടെ സമയം അത്ര ശരിയല്ല. ഈ ക്ലോക്കിൽ മാത്രമല്ല, ഇവിടെ എത്തുന്ന രോഗികൾക്കും ഇവിടുത്തെ ജീവനക്കാർക്കുമൊക്കെ അങ്ങനെ തന്നെ. ഏറ്റവും ഒടുവിൽ അണുബാധ മൂലം മരിച്ച ശിവപ്രിയയുടെ കുടുംബം പോലും പഴിയത്രയും SITക്ക് മേൽ ചാർത്തുകയാണ്. അണുബാധ ഉണ്ടായെന്ന് അവർ പറഞ്ഞില്ല. അസിനറ്റോ ബൈറ്റർ എന്നുള്ള അണുബാധയാണ് ഉണ്ടായെന്ന് റിസൾട്ടിലൂടെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, അസിനറ്റോ ബൈറ്റർ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 4 ദിവസം കൊണ്ട് എവിടെയൊക്കെ കയറണം അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോഴും എവിടെയാണ് ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ജസ്റ്റിസും വേണം. എൻ്റെ ചേച്ചിക്ക് ജസ്റ്റിസ് വേണം. ഇത്രയും ദിവസം കിടന്ന് എൻ്റെ ചേച്ചിയാണ് അനുഭവിച്ചത്. പക്ഷേ ആശുപത്രി അധികാരികൾക്ക് പതിവ് പല്ലവി തന്നെ, പിഴവില്ല. ലേബർ റൂമിൽ നിന്നും ഒരു അണുബാധ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഇനിയും നമ്മുടെ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട. എല്ലാവർക്കും വളരെ സുരക്ഷിതമായി തന്നെ നമ്മളിവിടെ ചികിത്സ തുടരുന്നതാണ്. അണുബാധയുണ്ട്, ലേബർ റൂമിൽ അണുബാധയുണ്ട് എന്നുള്ള ഒരു സംശയം